ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതിമഹത്തും ബൃഹത്തുമായ ഒരു നിസ്തുല ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന വാക്കിന് അർത്ഥം വളരെയധികം വിപുലമാണ്, ഗാഢമാണ്. എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് ശാസ്ത്രം ഉണ്ടാക്കാവുന്നതും രചിക്കാവുന്നതുമാണ്. എന്തെങ്കിലും ഒരവതരണം അല്ലെങ്കിൽ ഒരു പ്രതിപാദനം ശാസ്ത്രമാവണമെങ്കിൽ ആ പ്രതിപാദിക്കുന്ന വിഷയത്തെ ഗുണദോഷപൂർവകമായി യുക്തിസഹമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുമാതിരി ആകുന്ന അവതരണങ്ങളോ പ്രതിപാദനങ്ങളോ ഒന്നും ശാസ്ത്രമാവില്ല. മനുഷ്യൻ ബുദ്ധിശാലിയാണ്. മനുഷ്യന് വൈകാരികമായ മനസ്സ് മാത്രമല്ല ഉള്ളത്. കാര്യങ്ങളുടെ ഗുണദോഷം വേണ്ടതുപോലെ ചിന്തിക്കാനും നല്ലത് ചീത്ത തിരിച്ചറിയാനും കാര്യകാരണങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായി ചിന്തിച്ച് പരസ്പരം ഇണക്കി ഊഹാപോഹങ്ങളിലും അനുമാനങ്ങളിലും ചേരാനുള്ള വലിയ ഒരു ശക്തിയും പാഠവും മനുഷ്യ വ്യക്തിത്വത്തിനുണ്ട്. അത് മനസ്സിലാക്കി വേണം ശാസ്ത്രങ്ങൾ രചിക്കാനോ ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കാനോ. വായിക്കുന്നവരാകട്ടെ കേൾക്കുന്നവരാകട്ടെ വായിക്കുന്നതും കേൾക്കുന്നതും തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിച്ചേ തീരൂ, അവഗാഹമായി ചിന്തിച്ചേ തീരൂ, പരിഗണിച്ചേ തീരൂ എന്നൊരു ബോധം, ഒരു നിർബന്ധം, ഒരു തരത്തിലുള്ള ഉത്സാഹം ശ്രോതാക്കളാണെങ്കിൽ അവരിൽ, പ്രേക്ഷകരാണെങ്കിൽ അവരിൽ ഉണ്ടായേ തീരൂ. അത് രചിക്കാവുന്ന തരത്തിൽ വേണം എന്ത് ശാസ്ത്രവും രൂപപ്പെടുത്താൻ. ശ്രീമദ് ഭാഗവതം ഒരു മഹത് ശാസ്ത്രമാണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വക ഭാവനകളൊക്കെയാണ് ഇരമ്പി വരുന്നത്. 18,000 ശ്ലോകങ്ങളും 1,80,000-ലേറെ പദങ്ങളും ഉൾക്കൊള്ളുന്നതായ ഒരു മഹത് ശാസ്ത്ര രചനയെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് മനസ്സിലുദിക്കുന്നത് എന്ന് എനിക്കറിയാൻ കൗതുകമുണ്ട്. രചിച്ചതോ മിക്കവാറും കാവ്യരൂപത്തിലാണ്. ഗദ്യസാഹിത്യം രചിക്കുന്നത് ഒരു നിലയ്ക്ക് എളുപ്പമാണ്. സംസാരിക്കുന്നത് പോലെയോ പ്രസംഗിക്കുന്നത് പോലെയോ ആണ് ഗദ്യസാഹിത്യ രചനയും. എന്നാൽ പദ്യം രചിക്കുമ്പോൾ ഗദ്യസാഹിത്യം വഴിമാറേണ്ടി വരും. പദ്യങ്ങൾക്ക് പലതരത്തിലുള്ള വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾക്കൊന്നും കോട്ടം വരാതെ പറയാനുള്ള ആശയങ്ങൾ അവയുടെ ഗാംഭീര്യത്തോടുകൂടിയും മഹത്വത്തോടുകൂടിയും അർത്ഥപുഷ്ടിയോടുകൂടിയും എന്തുദ്ദേശിക്കുന്നുവോ അത് വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ കോർത്തിണക്കി ഒരു ഭാഗീരഥി ഒഴുകുന്നത് പോലെ ശബ്ദത്തിൻ്റെയും പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയങ്ങളുടെയും അവതരണങ്ങളുടെയും ഒരു പ്രവാഹം തന്നെ ഈ പദ്യസാഹിത്യത്തിലുണ്ടാകും. ശ്രീമദ് ഭാഗവതം അങ്ങനെ ഒരു പദ്യരൂപത്തിലാണ് രചിച്ചിരിക്കുന്നത്. 5-ാമത്തെ സ്കന്ധത്തിൽ മാത്രമേ ഗദ്യരൂപത്തിലുള്ള ഒരു ഭാഗം അവിടെയുള്ളൂ. ആ ഗദ്യവും വളരെ ഗംഭീരമാണ്, മഹത്താണ്. അങ്ങനെയുള്ള ഒരു ശ്രീമദ് ഭാഗവത ശാസ്ത്രം കേൾക്കുന്നത് തന്നെ വളരെ വളരെ അപൂർവമാണ്, വിശേഷപ്പെട്ടതാണ്. ഭാഗവതം കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഗ്രഹിക്കുന്നവർക്കും ഉണ്ടാകുന്ന നേട്ടം ഇത്രയാണെന്ന് നമുക്ക് പറഞ്ഞാൽ തീരില്ല. കേൾക്കുന്നതിന് വളരെ ഹൃദ്യമാണ്, രഞ്ജകമാണ്, രസപ്രദമാണ്. കേൾക്കുന്തോറും നമുക്കതിനെക്കുറിച്ച് ആലോചിക്കണം, ഗ്രഹിക്കണം എന്നുള്ള ഒരു ആച്ചിൽ നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉദിക്കും. ആലോചിക്കാൻ തുടങ്ങിയാലോ വളരെ വലിയ വലിയ മേഖലകളാണ്. ആകാശം എങ്ങനെയോ അതേപോലെയാണ് അന്തരാളം വിടർന്നു വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ വിടർന്നു വരും. അങ്ങനെ ശ്രോതാക്കളുടെ മനസ്സിനെ രസിപ്പിച്ചും ആകർഷിപ്പിച്ചും അതിൻ്റെ ഗാഠ ഉന്നത തലങ്ങളിലേക്ക് നയിക്കാൻ ശക്തമായ ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തതുമാണ്. എന്താണത്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഈശ്വരനെപ്പറ്റി, ഭഗവാനെപ്പറ്റി, ദൈവത്തെപ്പറ്റി, ഈ വിശ്വകോശത്തെ ആകെ പേറി അതിനെ ഭരിക്കുന്നതായ മഹാപ്രഭാവത്തെപ്പറ്റി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാലോ, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ തന്നെ അവനവൻ്റെ തന്നെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മഹിമകളും
ആഴങ്ങളും അഴകുകളുമെല്ലാം വ്യക്തമായി പറഞ്ഞു ധരിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയാലും അവനവൻ്റെ തന്നെ ഉൾവ്യക്തിത്വത്തിൻ്റെ മഹിമ എന്നുള്ള നിലയ്ക്ക് നോക്കിയാലും ശ്രീമദ് ഭാഗവതം അതിലോരോ അധ്യായത്തിലുമായി നമുക്ക് ഓതിത്തരുന്ന കാര്യങ്ങൾ ഏറ്റവും രുചിപ്രദമാണ്, ഏറ്റവും ഉപയോഗപ്പെടുന്നതാണ്, ഏറ്റവും നമ്മെ അലങ്കരിക്കുന്നതും ധന്യമാക്കുന്നതുമാണ്.